നമസ്കാരം. മാനത്തൊരു മഴ കണ്ടാൽ തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിലാകും. അതായിരുന്നു അവസ്ഥ എങ്കിൽ ഇന്ന് തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊച്ചി അടക്കമുള്ള എല്ലാ നഗരപ്രദേശങ്ങളും വെള്ളക്കെട്ടിനുള്ളിലാണ്. എന്തൊരു വികസനം അല്ലേ! തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഈ വെള്ളക്കെട്ടൊരു ദുരിതമായി മാറുന്നുണ്ട് നഗരസഭയ്ക്ക്. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിനെ നിയന്ത്രിക്കുവാനുള്ള കഴിവും കരുത്തും അവിടുത്തെ മേയർക്കോ അധികാരികൾക്കോ ഇല്ല എന്നുള്ളതാണ്. ഇനി തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിനെക്കുറിച്ച് ചോദിച്ചാൽ, വെള്ളക്കെട്ടുണ്ടായാൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ നഗരമാതാവും സംഘവും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് യോഗം ചേരുന്നു എന്ന് പറയും. ഒടുവിൽ കട്ടൻ ചായയും പരിപ്പുവടയൊക്കെ കഴിച്ച് പിരിയും. തലസ്ഥാനം മുങ്ങുമ്പോഴും ചർച്ച നടത്താൻ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, ആര്യയുടെ മനസ്സ്, ആരും കാണാതെ പോകരുത് കേട്ടോ. വെള്ളം കയറുന്നതുവരെ കാത്തിരിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. ഇതുവരെ എന്തു മറിക്കുകയായിരുന്നു മേയർ എന്ന് നാട്ടുകാർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതങ്ങനെ സ്വന്തമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഓട്ടത്തിനിടയിൽ തലസ്ഥാനത്തെ കാര്യങ്ങൾ നോക്കാൻ ആയമ്മയ്ക്ക് സമയമുണ്ടോ? എവിടെ സമയം? എന്നിട്ടും വായിൽ നിന്ന് വരുന്ന വലിയ വർത്തമാനത്തിന് ഒരു കുറവും ഇല്ല എന്നുള്ളതാണ്. എന്താണ് വെള്ളക്കെട്ടിന് ഒരു പരിഹാരം? മേയർ വെള്ളം കുടിച്ചു വറ്റിക്കുക എന്നുള്ളതാണോ എന്നൊന്ന് പറയുക. യോഗം ചേർന്ന ശേഷം ഫേസ്ബുക്കിൽ ഗീർവാണം അടിച്ചിട്ടിട്ടുണ്ട് ഈ നഗരമാതാവ്. നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥ തല യോഗം ചേരുകയുണ്ടായി. വിവിധ വകുപ്പുകൾ സംയുക്തമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുവാനും സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട റോഡുകൾ ജൂൺ 15-നകം ഗതാഗത യോഗ്യമാകത്തക്ക നിലയ്ക്ക് ജോലികൾ വേഗത്തിലാക്കുവാനും തീരുമാനിച്ചു കഴിഞ്ഞു. രക്ഷപ്പെട്ടു. മനസ്സിലായോ? 3 ദിവസമായി പെയ്യുന്ന കനത്ത മഴ നഗരത്തിൽ ചില മേഖലകളിൽ വെള്ളക്കെട്ടിന് തന്നെ കാരണമായിട്ടുണ്ട് എന്നുള്ളത് മറന്നുപോകുന്നു. ഈ പ്രദേശങ്ങൾ പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, മേജർ മൈനർ ഇറിഗേഷൻ വകുപ്പുകൾ, എന്തിന് കോർപ്പറേഷൻ എന്നിവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ യോജിച്ചുള്ള പ്രവർത്തനം നടത്തുവാനുള്ള ഒരു വലിയ തീരുമാനം കൂടി ഇവർ എടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു നഗരം. ഇതായിരുന്നു മേയറുടെ തള്ളൽ. ഒരു കാര്യം ചെയ്യാം, മഴയോടിനി മേയറിൻ്റെ സൗകര്യത്തിന് പെയ്യാൻ പറയാം. അതായിരിക്കും നല്ലത്. കാലം കുറേയായി ഈ റോഡിലെ പണിയൊന്നും പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ആലോചിച്ച് നോക്കുക. അത്യാവശ്യം നല്ല റോഡുണ്ടായിരുന്നതും അതിനെ കൂടി കുത്തിപ്പൊളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയും. അതും മഴ വരുന്ന സമയം നോക്കി. എന്നിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഗീർവാണം പറയുക. 1 മാസം മുൻപെങ്കിലും ആരംഭിക്കേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകിയതും അനന്തമായി നീളുന്ന റോഡുകളുടെ നിർമ്മാണവുമാണ് ഇന്ന് നഗരത്തെ വെള്ളത്തിൽ മുക്കിയത് എന്ന് ആരോപണമല്ല, അതാണ് അതിൻ്റെ ശരി വസ്തുത. ഏപ്രിൽ പകുതിയോടെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എല്ലാ കാലവും. ഇക്കുറി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിരക്കിലായിപ്പോയല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ മലമറിച്ച് തന്നെ. വോട്ടെടുപ്പ് 26-ന് കഴിഞ്ഞുവെങ്കിലും നഗരത്തിൽ മഴക്കാല ശുചീകരണം പിന്നെയും 2 ആഴ്ച വൈകിയാണ് ആരംഭിച്ചത് എന്നുള്ളതാണ്. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ ആലസ്യത്തിലായിരുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കാൻ ഓടയിലെ മണ്ണ് കോരുന്ന പ്രവൃത്തിയാണ് പ്രധാനമായും നടത്തേണ്ടത്. വേനൽ മഴ ശക്തമായ ശേഷമാണ് മണ്ണ് നീക്കാൻ ആരംഭിച്ചത് തന്നെ. രാവിലെ നീക്കിയ മണ്ണ് വൈകിട്ടത്തെ മഴയിൽ തിരികെ വീണ്ടും അതേ ഓടയിലേക്ക് ഒലിച്ചിറങ്ങുന്ന ഒരു പ്രത്യേക തരം പ്രതിഭാസവും നടക്കുന്നുണ്ട്. സ്മാർട്ട് റോഡ് നിർമ്മാണം അനന്തമായി നീളുന്ന പ്രധാന റോഡുകളിൽ ഓടയില്ലാത്ത അവസ്ഥ കൂടി ഉണ്ടാകുമ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമാകില്ലേ? 2 ആഴ്ചയ്ക്ക് ശേഷം എത്തുന്ന കാലവർഷത്തിൽ നഗരത്തിൻ്റെ അവസ്ഥയോർത്ത് ഇന്നേ ജനം ഭീതിയിലാണ് എന്ന് പറയേണ്ടി വരും. ബസ് തടയാനും കള്ളക്കേസ് കൊടുക്കുവാനും മാത്രമേ നമ്മുടെ മേയർക്കിപ്പോൾ സമയമുള്ളൂ എന്ന് പറയേണ്ടി വരും. പിന്നെ ആ കേസ് ഒതുക്കാൻ പുതിയ പുതിയ ഉഡായ്പുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ നഗരം വെള്ളത്തിൽ പോയാലൊന്നും മേയർക്ക് പ്രശ്നമേ അല്ല. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. ജനം നെട്ടോട്ടമോടി, അതും ഇവരുടെ പിടിപ്പ് കേടുകൊണ്ട്. ഇതുവരെ എന്തു നോക്കി നിൽക്കുകയായിരുന്നു ഇവരെന്ന് ജനം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. വാചകമടിയും മലമറിച്ചെന്ന ഭാവവും പിന്നെ മെക്കിട്ട് കയറലും മാത്രം മേയറിന് അറിയാവൂ. വെള്ളത്തിൽ മുങ്ങിയ ചില പ്രദേശങ്ങളിൽ മേയർ പോയിട്ടേയില്ല എന്നുള്ളതാണ് വസ്തുത. ജനങ്ങൾ ചൂലെടുക്കുമെന്ന പേടിയിലാണ് ഈ പോകാതിരിക്കൽ. തലസ്ഥാനം വെള്ളക്കെട്ടിൽ മുങ്ങുമ്പോൾ ഞങ്ങൾ യോഗം നടത്തുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ ഓടി നടന്ന് അടി ഇരന്നു വാങ്ങുന്നു എന്ന് പറയേണ്ടി വരും. മഴ വരുന്നതിന് മുൻപ് എന്തേ പരിഹാരം കണ്ടില്ല, എന്ത് മലമറിയുകയായിരുന്നു നിങ്ങളെന്ന് ചോദിച്ചാൽ ബസ് തടയുവാനും കള്ളക്കേസ് കൊടുക്കുവാനും മാത്രമേ ഈ മേയർക്ക് സമയമുള്ളൂ എന്ന് നഗരവാസികൾ ചോദിച്ചാൽ അതിനുകൂടി ഒരു തള്ളു കണ്ടെത്തണം മേയറമ്മ. ഇല്ലെങ്കിൽ നഗരമാതാവേ, ഈ ജനങ്ങൾ കയറി പൊങ്കാലയിടും നിങ്ങളുടെ നെഞ്ചിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറക്കാതിരിക്കുക.